രാധേ രാധേ, ഗുഡ് മോർണിംഗ്. നമുക്ക് വഴിയിൽ കിടന്ന് പണം കളഞ്ഞു കിട്ടിയാൽ എന്ത് ചെയ്യണം? വലിയ തുകയാണെങ്കിൽ നിശ്ചയമായും നിങ്ങളത് പോലീസിനെ ഏൽപ്പിക്കണം. അതൊരു പക്ഷേ ആരെങ്കിലും വിവാഹത്തിന് വേണ്ടിയോ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പണയം വെച്ചുകൊണ്ട് വരുന്ന പണമാകാം. ആ പണം നിങ്ങൾ ആ ഉടമസ്ഥനെ ഏൽപ്പിക്കാതെ നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചാൽ നിങ്ങൾ മുടിഞ്ഞു പോകും. അവരുടെ കണ്ണീരിലുണ്ടല്ലോ, ആ കണ്ണീര് കടലായി വന്ന് നിങ്ങളെ മുക്കിക്കളയും. ഇനി ചെറിയ ഒരു തുകയാണെങ്കിലോ, വഴി കിടന്നൊരു 50 രൂപ, 10 രൂപ, 100 രൂപ, അങ്ങനെ ചെറിയ തുക നിങ്ങൾക്ക് കളഞ്ഞു കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 500 രൂപ കളഞ്ഞു കിട്ടുകയാണെങ്കിൽ, 500 ഒരു ചെറിയ തുകയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, 500 ഒരു വലിയ തുക തന്നെയാണ്. എങ്കിലും അങ്ങനെ നിങ്ങൾക്ക് കളഞ്ഞു കിട്ടുകയാണെങ്കിൽ, നിങ്ങൾ പണത്തിന് വല്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ, അല്ലെങ്കിൽ അത്രയും പണത്തിന്റെ ആവശ്യം നിങ്ങൾക്ക് ആ സമയത്തുണ്ടെങ്കിൽ, അത് ഈശ്വരൻ നിങ്ങൾക്ക് തന്നതാണ്, നിങ്ങളുടെ മനസ്സറിഞ്ഞ് തന്നതാണ്. ഏതോ ഒരു പണക്കാരന്റെ കയ്യിൽ നിന്ന് ഭഗവാൻ അവിടെ വീഴ്ത്തിയതാണ്. ഭഗവാന് നന്ദി പറഞ്ഞത് എടുക്കാം, നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം. അതേസമയം നിങ്ങൾക്കൊരു ചെറിയ എമൗണ്ട് വഴി കടന്ന് കിട്ടുകയാണ്, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ പണത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അത് കൊണ്ടുചെന്ന് അമ്പലത്തിലെ വഞ്ചിക്കകത്ത് നമ്മൾ ഇടുക. ഇനി നമ്മുടെ രാധാമാധവൻ ഗ്രൂപ്പിലെ ലീന എന്നോടൊരു കാര്യം ചോദിച്ചു, സാറേ, നാണയത്തൊട്ടുകളിൽ ആഭിചാരം ചെയ്ത് വീട്ടിന്റെ മുമ്പിൽ ഇട്ടാൽ എന്ത് ചെയ്യണം? എൻ്റെ വീട്ടിന്റെ മുമ്പിൽ എങ്ങനെ ഇടാറുണ്ട്. ഞാൻ പറഞ്ഞു, അത് എടുത്തുകൊണ്ട് പോയി എന്താ ചെയ്യേണ്ടത്? അമ്പലത്തിലെ വഞ്ചിയിൽ കൊണ്ടിടുക. അത് കൈകൊണ്ടെടുത്തെന്നും പറഞ്ഞാൽ ഒന്നും വരാൻ പോകുന്നില്ല. അപ്പൊ ലീനയുടെ ചോദ്യം ഇതാണ്, അയ്യോ, അത് അങ്ങനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഭഗവാന് ദോഷമില്ലേ? ഇത് അമ്പലത്തിന് എന്താണ് കുഴപ്പം ചെയ്യുകയില്ലേ? ദേ നോക്കേ, മനുഷ്യൻ കൂടോത്രം ചെയ്താൽ അത് ഭഗവാന് കുഴപ്പം വരുമെന്ന് കരുതുന്നത് സത്യത്തിൽ ഭയങ്കര കഷ്ടമാണ്. ഇതൊന്നും ഏൽക്കാത്ത ആളായതുകൊണ്ടല്ലേ പുള്ളിയെ നമ്മൾ ഭഗവാൻ എന്ന് വിളിക്കുന്നത്. കംസ നിഗ്രഹം നടത്തി കുരുക്ഷേത്ര യുദ്ധത്തിന്റെ മുഖ്യ സൂത്രധാരനായി നിന്ന് ഇല്ലേ, ശത്രുക്കളെ ഒന്നടങ്കം തന്റെ ചക്രായുധം കൊണ്ട് അരിഞ്ഞു വീഴ്ത്തുന്ന ഭഗവാൻ 50 പൈസ തൊട്ടില് 10 രൂപ തൊട്ടിലെ മനുഷ്യൻ ചെയ്ത കൂടോത്രത്തിനകത്ത് തീർന്നു പോകുമെന്ന് കരുതുന്നത് എന്ത് കഷ്ടമാണ്. ആ ഭഗവാന്റെ വാസസ്ഥലമായ അമ്പലം മുടിഞ്ഞു പോകുമെന്നൊക്കെ കരുതുന്നത് നമ്മുടെ ശക്തി പോലും ഭഗവാൻ ഇല്ലെന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങളെ വെച്ചുകൊണ്ട് ഭഗവാനെ അളക്കരുത്. അങ്ങനെയുള്ളത് വന്നാൽ അപ്പോഴേ കൊണ്ടുപോയി എന്ത് ചെയ്യുക? ആ വഞ്ചിയിലങ്ങിടുക, പ്രാർത്ഥിക്കുക, അവിടുത്തെ തീർത്ഥം കുടിക്കുക. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഗുഡ് മോർണിംഗ്. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ.